കൊട്ടാരക്കര നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ അഴുക്കുചാലായി മാറി പുലമൺ തോട്. ഒരു കാലത്ത് ഈ തോട് കർഷകർക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമായിരുന്നു. കുളിക്കടവും വസ്ത്രങ്ങൾ അലക്കുന്നതും കൃഷിക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതുമെല്ലാം ഈ തോട്ടിലായിരുന്നു. മേലില പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി കുളക്കട പഞ്ചായത്തിൽ, അതായത് ഏനാത്താറ്റിൽ അവസാനിക്കുന്ന ഈ തോട് പല പഞ്ചായത്തുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കാലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ ഇന്ന് ശാപമായി മാറി. വരൾച്ചാ കാലത്ത് നീരൊഴുക്ക് കുറഞ്ഞുവെന്ന് മാത്രമല്ല, നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് ഈ തോട്ടിലാണ്. ഇതിലെ വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ കുഷ്ഠം പിടിക്കും. ഒന്നാമത് മൂക്ക് പൊത്തി വേണം ഇതിന്റെ അടുത്തുകൂടെ പോകാൻ. ഈ തോടിന്റെ കരയിൽ താമസിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവരൊക്കെ കൊതുക് കടി കൊണ്ടും ദുർഗന്ധം ശ്വസിച്ചും നിത്യരോഗികളായി മാറുന്നു. ഒന്നാമത് ടൗണിലുള്ള ഹോട്ടലുകളുടെ വേസ്റ്റ് മുഴുവൻ കൊണ്ടു തള്ളുന്നത് ഇതിലാണ്. മാത്രമല്ല, കോഴി വേസ്റ്റും കൊണ്ടു തള്ളുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ വർഷങ്ങളായി പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തോട് വൃത്തിയാക്കി ആഴം കൂട്ടി സൈഡ് കെട്ടുവാൻ തീരുമാനമായി. എന്ത് ചെയ്യാം, കഴിഞ്ഞ 10-15 വർഷമായി പണി നടത്തുന്നു. പക്ഷെ ഇതുവരെയും പണി തീർന്നിട്ടില്ല. ആദ്യമൊക്കെ ഇതിലെ ചെളി വാരി വിൽക്കുകയായിരുന്നു. അത് പരാതികൾ കൂട്ടിയപ്പോൾ നിർത്തിച്ചു. അന്നെടുത്ത കരാറുകാരൻ ഇട്ടേച്ചു പോയി. അങ്ങനെ പലതവണയായി വഞ്ചി ഇപ്പോഴും തിരുനക്കരയിൽ തന്നെ. ഏറ്റവും ഒടുവിൽ ഒരു കരാറുകാരൻ വന്നു. സ്ഥലം MLA-യും മന്ത്രിയുമായ ബാലഗോപാലിന്റെ ബന്ധുവാണെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പണിയാണ് രസം. തോടിന്റെ വീതി കുറച്ചു, നാട്ടുകാർക്ക് പുതുവൽ വിട്ടുകൊടുത്ത് അവിടെ എവിടെയൊക്കെയായി അല്പസ്വല്പം പണിയൊക്കെ ചെയ്തിട്ട് സ്ഥലം വിട്ടുവെന്നാണ് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ പണി നടക്കുന്നില്ല. ഇടയ്ക്കിടെ ചില സ്ഥലങ്ങളിൽ മാത്രം അല്പം പണിയും. അങ്ങനെ പണിഞ്ഞു തോട് ചെറുതായി. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർക്കാണ്. തോടിന്റെ വീതി കുറഞ്ഞത് കാരണം വെള്ളം കര കവിഞ്ഞൊഴുകി കൃഷിയെല്ലാം നശിക്കും. മാത്രമല്ല, ഉടായിപ്പ് പണിയാൻ ചെയ്തിരിക്കുന്നത് മുഴുവൻ പാർട്ടായി ചെയ്തു. ബില്ലുകൾ മാറിക്കൊണ്ട് പോയതായും പറഞ്ഞു കേൾക്കുന്നു. മന്ത്രിയുടെ ബന്ധുവല്ലേ, നിയമങ്ങളും ചട്ടങ്ങളും മാറി നിൽക്കും. ടെക്നിക്കൽ സാങ്ഷനും ഭരണാനുമതിയും ഇല്ലാതെ പണി നടത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പരാതികളുടെ കൂമ്പാരമായപ്പോൾ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ വന്ന് പണി പരിശോധിച്ചു. പക്ഷേ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നാണ് കേൾക്കുന്നത്. ഇത് ആരെ സഹായിക്കാനാ? നാട്ടുകാരെയോ അതോ സർക്കാരിനെയോ? ഏതായാലും ഉടായിപ്പ് പണി നടത്തി ബില്ല് മാറി കിട്ടിയ പണവുമായി പറക്കി കെട്ടിയെന്നാണ് കരക്കമ്പി.